നമസ്കാരം. ആസ്തയുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുട്ടികൾ അപ്സെറ്റ് ആകുമ്പോൾ പേരൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്കിനെ പറ്റി സംസാരിച്ചു. ഈ വീഡിയോയിൽ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ബേസിക് ഇമോഷൻസ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് അതുണ്ടാവുക എന്നുള്ളതും നമുക്ക് നോക്കാം. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6 ബേസിക് ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സന്തോഷം, ആശ്ചര്യം, അറപ്പ് അല്ലെങ്കിൽ വെറുപ്പ്, ഭയം, ദേഷ്യം, സങ്കടം. ബാക്കി എല്ലാ കോംപ്ലക്സ് ഇമോഷൻസും ഇതിൻ്റെ ഒരു ഇൻ്റർമിക്സിംഗ് ആണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. നമ്മൾ കോമൺലി അൺപ്ലസൻ്റ് എന്ന് വിചാരിക്കുന്ന 3 ഇമോഷൻസ് കുട്ടികളിൽ എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇമോഷൻസ് അതിനാൽ തന്നെ നല്ലതോ ചീത്തയോ ആകുന്നില്ല. അവർ മെസ്സഞ്ചേഴ്സ് മാത്രമാണ്. എല്ലാ ഇമോഷൻസും എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മെസ്സേജ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. ആദി പുതിയ സ്കൂളിലേക്ക് പോവാണ്. ആദ്യമായിട്ട് സുചി സ്കൂളിലെ സ്റ്റേജിൽ ആദ്യമായിട്ട് പാട്ട് പാടാൻ ട്രൈ ചെയ്യുന്നു. ശരണ്യയെ ക്ലാസ് ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. എന്തിനാണെന്നറിയില്ല. ഈ കുട്ടികളുടെ സാഹചര്യത്തിൽ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ഇമോഷൻ ഏതാണ്? ചെറിയൊരു ഭയം, അല്ലേ? ഭയം നമുക്ക് നൽകുന്ന മെസ്സേജ് ഏതോ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ത്രെട്ട് നമുക്കുണ്ടെന്നാണ്. നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു ത്രെട്ട് അല്ലെങ്കിൽ ചലഞ്ച്. അതുമാത്രമല്ല, ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നതും ഭയമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചത് എന്തിനാണെന്ന് അറിയാതിരിക്കുമ്പോൾ ഭയമുണ്ടായേക്കാം. അപ്പോൾ ഭയം നമ്മളിലുള്ള കുറച്ച് നീഡ്സ് മീറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് അത്? സേഫ്റ്റിക്ക് വേണ്ടിയുള്ള നീഡ്, പ്രിപ്പറേഷന് വേണ്ടിയുള്ള നീഡ്, റീഅഷുറൻസിന് വേണ്ടിയുള്ള നീഡ്. ഇതെല്ലാം ഭയം നമ്മളെ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, പ്രോംപ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ വീണയുടെ ഫ്രണ്ട് സ്കൂൾ മാറിപ്പോവാണ്. അനുവിൻ്റെ ചെറിയ പട്ടിക്കുട്ടി മരിച്ചുപോയി. സച്ചിൻ ഫുട്ബോൾ ടീമിൽ ഇടം കിട്ടുമെന്ന് ഉറപ്പായിട്ടും വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സ്കൂൾ ഫുട്ബോൾ ടീമിൽ അവന് അത്തവണ ഇടം കിട്ടിയില്ല. ഇവർക്കുണ്ടാകാവുന്ന ഇമോഷൻ ഏതാണ്? നാച്ചുറലി സങ്കടം, അല്ലേ? എന്തെങ്കിലും നമുക്കൊരു ലോസ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാകുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തോ ലഭിച്ചില്ല എന്നുള്ള ഒരു മെസ്സേജാണ് സങ്കടം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആശ്വസിക്കപ്പെടുവാനുള്ള, മറ്റുള്ളവരോട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് ആ ലോസുമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗ്രീവിങ് ടൈമിൻ്റെ നീഡ്, ഇതൊക്കെയാണ് സങ്കടം നമ്മളെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, പ്രോംപ്റ്റ് ചെയ്യുന്നത്. അടുത്തത്, വിവേക് കുറച്ച് നേരം കാത്തിരുന്നിട്ട് ക്യാൻറ്റീനിൽ ലൈനിൽ മുന്നിലെത്തി. വരുൺ ഓടി വന്നവനെ തള്ളി മാറ്റിയിട്ട് ഐസ് ക്യാൻഡി വാങ്ങിച്ചിട്ട് ഓടി. വീണയ്ക്ക് കുറച്ച് വണ്ണുണ്ടായിരുന്നു. അവളുടെ ക്ലാസ്സിലെ ഒരു പയ്യൻ അവളെ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചു പബ്ലിക്കായിട്ട്. ഇവർക്കൊക്കെ ഉണ്ടാവാവുന്ന ഇമോഷൻ ഏതാണ്? സ്വാഭാവികമായിട്ടും മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കാം. പക്ഷേ ദേഷ്യമുണ്ടാവും, അല്ലേ? നമ്മുടെ റൈറ്റ്സ് എവിടെയോ ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഗോളിൽ നമ്മൾ എത്തുന്നത് തടയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഏതോ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് സാധാരണയായി ദേഷ്യമുണ്ടാകുന്നത്. ദേഷ്യം നമ്മളെ ഫെയർനെസ് അല്ലെങ്കിൽ ജസ്റ്റിസ് പുനഃസ്ഥാപിക്കാനും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഇമോഷനും നല്ലതെന്നോ ചീത്തയെന്നോ മോശമെന്നോ ഇല്ല. ഇവയെല്ലാം മെസ്സഞ്ചേഴ്സ് മാത്രമാണ്. നമ്മൾ പറയും പേടിക്കണ്ട, അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്, അലറരുത്, കരയരുത്. പക്ഷേ ഇതെല്ലാം ഈ കുട്ടിയുടെ ഏത് നീഡാണ് കാണിക്കുന്നതെന്ന് അടുത്ത തവണ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതിനുള്ള കാരണവും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഒരിക്കലും ദേഷ്യപ്പെടാത്തതോ സങ്കടപ്പെടാത്തതോ പേടിക്കുകയേ ചെയ്യില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കലല്ല നമ്മുടെ ഉദ്യമം. ഈ ഇമോഷൻസ് എല്ലാം അനുഭവിക്കുകയും
അതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും കറക്റ്റായിട്ടും റെസ്പെക്റ്റ്ഫുള്ളിയും അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ ആവശ്യം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇമോഷൻസ് മെസ്സഞ്ചേഴ്സാണ്. അതൊരു മെസ്സേജ് നമുക്ക് തരുന്നു. ആ മെസ്സേജ് നമ്മുടെ ഒരു നീഡിനെയാണ് കാണിക്കുന്നത്. ആ നീഡ് മീറ്റ് ചെയ്യപ്പെടണം. ആ നീഡ് മീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം ആ നീഡ് എക്സ്പ്രസ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനും കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ വാല്യുബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.